എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. 2 വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിച്ച് നടുവൊടിഞ്ഞിരിക്കുകയാണ് മൂത്തേടം പഞ്ചായത്തിലെ പകുതിയോളം വരുന്ന ജനങ്ങൾക്ക്. പാലാങ്കര കാരപ്പുറം റോഡാണ് കുഴികൾ നിറഞ്ഞ യാത്രാ ദുരിതം സമ്മാനിക്കുന്നത്. റോഡ് നന്നാക്കാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങി. പൂക്കോട്ടുംപാടം എടക്കര മലയോര ഹൈവേയിൽ പാലാങ്കര ടോൾ ജംഗ്ഷനിൽ നിന്നും കാരപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് 2 വർഷത്തിലധികമായി തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട്. മൂത്തേടം പഞ്ചായത്തിലെ പകുതിയോളം ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പാതയാണിത്. മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിലേക്കും നെല്ലിക്കുത്ത്, കാരപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കരുളായി, നിലമ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും ബന്ധപ്പെടാനുള്ള പ്രധാന പാത കൂടിയാണിത്. 10 വർഷം മുമ്പ് PMGSY പദ്ധതിയിൽ നവീകരിച്ച് പഞ്ചായത്ത് റോഡിന്റെ നവീകരണം ഇനി നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് ഈ റോഡിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കല്ലൈന്തോട് മുക്കിൽ നിന്ന് വട്ടപ്പാടം വെള്ളാരമുണ്ട വഴി കാരപ്പുറം പഞ്ചായത്തിന്റെ ആസ്ഥാനത്തേക്ക് എത്തുന്ന റോഡാണ്. ഈ പ്രദേശവാസികളല്ല, പഞ്ചായത്തിലെ ഏതാണ്ട് പകുതി ജനവിഭാഗങ്ങൾ പ്രധാനമായും കരുളായിലേക്കും നിലമ്പൂരിലേക്കും ഒക്കെ പോകുന്ന റോഡാണ്. സാധാരണയുള്ള ബസ് ഗതാഗതത്തോടൊപ്പം തന്നെ സ്കൂൾ ബസ്സുകളടക്കം ഇപ്പോൾ ഇതുവഴി പോകാതിരിക്കുന്നതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല. ഓട്ടോറിക്ഷ പോലെയുള്ള സാധാരണക്കാർ ആശ്രയിക്കുന്ന വാഹനങ്ങൾ ഇവിടെ ലഭ്യമല്ലാതെ ആയിരിക്കുകയാണ്. ഏതാണ്ട് 2-3 വർഷക്കാലമായിട്ട് ഇത് തീർത്തും ഗതാഗത യോഗ്യമല്ലാതായി മാറിയിട്ടുണ്ട്. ഇത് PMGSY പദ്ധതിയിൽ ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണ്. അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. ജൽജീവൻ മിഷൻ്റെ വർക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് അത് ഏതാണ്ട് സൈഡിൻ്റെ കാൽഭാഗം വീണ്ടും പൊളിച്ചതിൻ്റെ ഭാഗമായി ഇത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ മൊത്തത്തിൽ രാഷ്ട്രീയ അതീതമായി തന്നെ ഒരു പ്രധാനപ്പെട്ട റോഡ് എന്ന നിലയിൽ ഇത് ഗതാഗത യോഗ്യമാക്കാനുള്ളൊരു പ്രതിഷേധവും ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. തീർച്ചയായും ഇത് നടപ്പാക്കാൻ ജില്ലാ പഞ്ചായത്തും മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളും അടിയന്തരമായി ശ്രമിക്കണം. ജില്ലാ പഞ്ചായത്ത് തന്നെ 2 വർഷം മുമ്പ് 1 കോടി രൂപ വകയിരുത്തി ടെൻഡർ ചെയ്തിട്ടുള്ള പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ എസ്റ്റിമേറ്റിലെല്ലാം മാറ്റം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് റിവൈസ് ചെയ്തുകൊണ്ട് അതിനെ സാധ്യമാക്കുന്ന തരത്തിലേക്ക് ഇടപെടൽ നടത്തണം. അതിനൊരു പ്രതിഷേധമാണ് ഈ പ്രദേശവാസികൾ നടത്തിയിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് നടപ്പാക്കാൻ ആവശ്യമായ മറ്റ് ഇടപെടലുകളും പ്രതിഷേധവും ശക്തമായി ഉയർന്നു വരും എന്നുകൂടി ചൂണ്ടിക്കാണിക്കും. ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ ചാലെടുത്തതോടെയാണ് റോഡ് കൂടുതലായി തകർന്നത്. പൈപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ റോഡ് പഴയതുപോലെയാക്കി തരാമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു. എന്നാൽ പൈപ്പുകൾ കുഴിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും തകർന്ന റോഡുകൾ നന്നാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. ബാക്കി മുഴുവൻ കരളായി പോകുന്നു. ഞങ്ങൾക്ക് നിലമ്പൂരേക്ക് പോകുമ്പോൾ ഉള്ള ഒറ്റ ബസ് അതുപോലെ ഇപ്പോൾ ഓടുന്നില്ല. റോഡിന്റെ അവസ്ഥ ഉണ്ട്. അത് പാസ്സായി ഞങ്ങളോട് പറയാനാണ്. അതിന്റെ അപ്പുറം എന്താ ചോദിക്കുമ്പോൾ അത് പാസ്സായി കിടക്കുന്ന പൈപ്പ് കുഴിച്ചിട്ട് ഉടനെ വർക്ക് തുടങ്ങുമെന്ന് അറിഞ്ഞു. ഓരോരുത്തർക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റത്തില്ല. അവരെ മണ്ണിട്ട് കൂട്ടിയുണ്ട് വീട്ടിലേക്ക് പോലും കയറാൻ കഴിയുന്നില്ല. 2 വർഷമായി കിടക്കൽ തുടങ്ങിയിട്ട് 2 വർഷമായി ഇതുവരെ യാതൊരു നടപടി തന്നെ എടുത്തിട്ടില്ല. രോഗികളെ കൊണ്ടുപോകാനൊക്കെ ശരിക്ക് ഇതിൽ നടത്തിക്കൊണ്ട് വരാൻ പറ്റിയല്ല. അസുഖമായിട്ട് ഓരോരുത്തർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്നറിയോ? ഇത് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു വിധത്തിലും നടക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പൈപ്പ് കൂടി ഇട്ട് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിലും വണ്ടിക്ക് പോകാനോ, എത്രയോ വണ്ടികൾ ഇവിടെ വന്ന് കുടുങ്ങി കിടപ്പുണ്ട്. അതുപോലെ ഞങ്ങൾക്കിത് ഒരു വിധത്തിൽ നടക്കാൻ കഴിയില്ല. മഴ കൂടി പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കിത് റിപ്പയർ ചെയ്ത് കിട്ടണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ അനന്തര നടപടികളിലേക്ക് നീങ്ങുന്നതാണ്. ഇതുവഴിയുള്ള ഏക പൊതുഗതാഗത സംവിധാനം എന്നത് മണിക്കൂറുകൾ ഇടവിട്ട് ഓടുന്ന ഒരു ബസ് സർവീസ് മാത്രമാണ്. എന്നാൽ തകർന്നു കിടക്കുന്ന ഈ പാതയിലൂടെ ബസ് ഓടുന്നത് നഷ്ടമായതിനാൽ ഇവരും കടുത്ത പ്രതിസന്ധിയിലാണ്. നഷ്ടം സഹിച്ച് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന ബസിന്റെ സർവീസ് നിർത്താൻ വരെ ഉടമകൾ ആലോചിക്കുന്നുണ്ട്. റോഡിലെ നിത്യവും സഞ്ചരിക്കുന്ന പ്രദേശവാസികളുടെ വാഹനം കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്നും അത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. നിലമ്പൂരിൽ നിന്ന് നെല്ലിക്കുത്തിലേക്ക് ഇതിലെ ബസ് റൂട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മോശമായതിനാൽ ആ ബസ് റൂട്ട് വരെ നിർത്തിയ ഒരു ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ആവശ്യമായ ഫണ്ടുകളൊക്കെ വെച്ചുകൊണ്ട് നടപടി പൂർത്തീകരിക്കണം. അതല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഈ പ്രദേശവാസികളെ നിന്ന് ഉണ്ടാകുന്നു. ഉടൻ തന്നെ ബന്ധപ്പെട്ടവർ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മൂത്തേടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.